നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി വർഷയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ഞാനാ. എന്റെ ലോകം വർഷയുടെ ലോക. അങ്ങനെ ചിന്തിക്കുമ്പോഴും പെണ്ണിന്റെ കണ്ണു നനയും അല്ലേ? പക്ഷെ അത് സങ്കട കണ്ണീരല്ല, സന്തോഷ കണ്ണീരായിരിക്കുമെന്ന് മാത്രം. എന്താ ശരിയല്ലേ? അച്ഛനമ്മമാരെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം അതിനെല്ലാം അനുവദിക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അത് മാത്രം മതി ഈ സങ്കടങ്ങളെല്ലാം മറക്കാൻ. വന്ദനാമേ, വന്ദനാമേ, വർഷാന്റെ ഇപ്പൊ വിക്കടങ്കറിന്റെ വീട്ടിൽ എത്തിക്കാണോ? അവരിപ്പൊ എത്തിക്കാണോ? ഇനി വർഷാന്റെ എന്നാ വന്ദനമ്മേ വരിക? പറ. നാശം, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു സദ്യ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഷോ, അട, കടല, പ്രഥമൻ, പാൽപായസം, ഗോതമ്പ് പായസം, അങ്ങനെ 5 കൂട്ടം പായസം അല്ലായിരുന്നോ? പിന്നെ തൊടുകറികളുടെ എണ്ണം മൊത്തം ഞാൻ എണ്ണി നോക്കി. അവിടെ 25 കൂട്ടം തൊടുകറി ഉണ്ടായിരുന്നു. ഇത്രയും പൊടി പൊടിപ്പൻ സദ്യ ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല. ഇത് കേട്ടാ തോന്നും ചേച്ചി ലോകം മുഴുവൻ നടന്ന് സദ്യ ഉണ്ടിട്ടുണ്ടാവുന്നു. ചേച്ചി, സദ്യ എങ്കിൽ സദ്യ എന്റെ ചേട്ടൻ ജിതേന്ദ്രന്റെ വിവാഹത്തിനായിരുന്നു. ആ സദ്യ കഴിഞ്ഞ വേണമെങ്കിൽ 2ാം സ്ഥാനം കൊടുക്കാം വർഷയുടെ കല്യാണ സദ്യക്ക്. അത്രേ ഉള്ളൂ. നിന്റെ സഹോദരന്റെ കല്യാണത്തിന് ഞങ്ങളെ ആരെയും ക്ഷണിച്ചിട്ടുമില്ല, ഞങ്ങളെ വന്ന് ഉണ്ടിട്ടുമില്ല. ആ സ്ഥിതിക്ക് നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ. അയ്യോ ഹരിതേ, ഞാൻ കുത്തുവാക്ക് പറഞ്ഞതൊന്നുമല്ല. വിക്രമിന്റെ സാമ്പത്തിക സ്ഥിതിയേക്കാൾ ഒരു പടി കൂടി മുന്നിലാ ഹരിതയുടെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നീ പറഞ്ഞതൊക്കെ സത്യം. അങ്ങനെ സത്യമായിട്ട് അംഗീകരിച്ചാ മതി. അല്ല, ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ വർഷയുടെ ഭാഗ്യത്തെ കുറിച്ചാ. അവക്കിനി കാറിലും കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഹണിമൂൺ ആഘോഷിക്കാം. രാജയോഗം ഉള്ളവളാ അവള്. നിങ്ങളൊക്കെ ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായല്ലോ വിക്രമിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങിയിട്ട്. മനുഷ്യനെ തല പെരുക്കുന്നു. അല്ല, വന്ദനയ്ക്കിത് എന്തു പറ്റി? കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കാം, വന്ദനയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. എന്തു പറ്റി മോളെ? എന്തു പറ്റാൻ? അസൂയ. നല്ല ഒന്നാന്തര അസൂയ അവക്ക്. കോടീശ്വരനായ രാജീവത്തെ ഇവളുടെ വിവാഹം നടന്നില്ലല്ലോ. അന്ന് വെച്ചുണ്ടാക്കിയ സദ്യ ആരോട്ട് കഴിച്ചതുമില്ല. ഇന്ന് രാജീവിനേക്കാൾ കോടീശ്വരനായ വിക്രമായിട്ട് വർഷയുടെ കല്യാണം നടന്നല്ലോ. സദ്യയുടെ കേമത്വവും നമ്മൾ ഇവിടെ പറഞ്ഞു കേൾക്കുകയും ചെയ്തു. ആ സഹോദരങ്ങളാണെന്ന് വെച്ച് അസൂയയും കുശുമും കാണാതിരിക്കോ? ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. നമുക്ക് ആർക്കും ഒന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വിവാഹബന്ധം വർഷയ്ക്ക് കിട്ടിയതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാളാ വന്ദന. അവൾക്കൊരിക്കലും വർഷയോട് അസൂയപ്പെടാൻ കഴിയില്ല. അക്കാര്യത്തിൽ എനിക്കും വന്ദനേച്ചി വിശ്വാസമാ. ചേച്ചിയുടെ ഈ മൂഡ് ഔട്ടിന് കാരണം മറ്റെന്തുവാ? എന്താണെന്ന് പറഞ്ഞൂടെ ചേച്ചി? വന്ദനമ്മ ഇതുവരെ ദിയമ്മോളെ വഴക്കു പറഞ്ഞിട്ടില്ല. കുറച്ചു മുമ്പ് ദിയമ്മോളെ വഴക്കു പറഞ്ഞു. വന്ദനമ്മയ്ക്ക് എന്താ പറ്റിയത്? അസൂയാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ശരിയായ കാര്യം അവളുടെ നാവ് കൊണ്ട് അവള് തന്നെ പറയട്ടെ. പറയടി. എനിക്കൊന്നും പറയാനില്ല. ദയവ് ചെയ്ത് വെറുതെ വിട്.
വന്ദനമ്മേ. അസൂയ അല്ലാതെന്താ? ഈശ്വരാ, ഇതുപോലൊരു കോടീശ്വരനെ കെട്ടാനുള്ള യോഗം എനിക്കില്ലാതായി പോയി. കിട്ടിയതോ ഒരു ദരിദ്രവാസിയെ. എന്താ വർഷ ആലോചിക്കുന്നത്? എന്നെ വിവാഹം കഴിച്ചതില് വർഷയ്ക്ക് നിരാശ തോന്നുന്നുണ്ടോ? നിരാശ എന്തിനാ? ആളിനെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിട്ടാണല്ലോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് നമുക്കിടയിൽ ഇങ്ങനൊരു ചോദ്യം തന്നെ തെറ്റാണ്. എന്നിട്ടെന്താ കണ്ണിലൊരു കലക്കം? അത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഏതൊരു പെണ്ണിന്റെ കണ്ണിലും നനവുണ്ടാവും. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച സ്വന്തം അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും വീടും ഒക്കെ നഷ്ടപ്പെട്ടു വന്നതിന്റെ സങ്കടം ഒരു പെണ്ണിനും പറഞ്ഞറിയിക്കാൻ പറ്റില്ലത്. ഒരു പെണ്ണിന്റെ ലൈഫിന്റെ ആദ്യ പകുതി സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം ആവും, പിന്നീടുള്ള പകുതി ഭർത്താവിനൊപ്പം, പിന്നെ അവരുടെ ലൈഫിനൊപ്പം അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കാം. ഇതൊക്കെ അച്ഛമ്മ പറഞ്ഞു തന്നതാ വിവാഹം കഴിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളെ കുറിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വലിയ പിടുത്തല്ല കേട്ടോ. അപ്പൊ എനിക്ക് വിവാഹം കഴിച്ച മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെ അർത്ഥാക്കിയില്ലേ, ഒരു തമാശ പറഞ്ഞെന്ന് മാത്രം. വിഷമിക്കണ്ട, ഇനി എപ്പോഴും ഞാനില്ലേ കൂടെ. ഇനി വർഷയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ഞാനാ. എന്റെ ലോകം വർഷയുടെ ലോക. അങ്ങനെ ചിന്തിക്കുമ്പോഴും പെണ്ണിന്റെ കണ്ണു തന്നെ അല്ലേ? പക്ഷെ അത് സങ്കട കണ്ണീരല്ല, സന്തോഷ കണ്ണീരായിരിക്കുമെന്ന് മാത്രം. എന്താ, ശരിയല്ലേ? അച്ഛനമ്മമാരെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം അതിനെല്ലാം അനുവദിക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അത് മാത്രം മതി ഈ സങ്കടങ്ങളെല്ലാം മറക്കാൻ. ആ പോട്ടെ, എടാ വണ്ടി പെട്ടെന്ന് സ്പീഡിൽ പോട്ട്. കുറച്ചു നേരായിട്ടൊരു വണ്ടി നമ്മുടെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.